രാഷ്ട്രീയത്തിൽ പലരും പല കാര്യങ്ങളും പറയാറുണ്ട്. വോട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന കാലമാണിത്, അല്ലേ? പക്ഷേ ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത കേട്ടാൽ നിങ്ങൾ അറിയാതെ ഒന്ന് ചിരിച്ചു പോകും. തൃണമൂൽ കോൺഗ്രസിന്റെ യുവരാജാവ്, ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി പറഞ്ഞത് എന്താണെന്നറിയാമോ? പാർട്ടി വിട്ടുപോയ വിമതർ തിരികെ വരികയാണെങ്കിൽ കേവലം 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ എല്ലാ പദവികളും രാജിവെക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 1 മണിക്കൂർ. ഇത്രയും വലിയൊരു ഓഫർ വെക്കാൻ അഭിഷേക് ബാനർജിക്ക് എങ്ങനെ ധൈര്യം വന്നു? സ്വന്തം കസേരയ്ക്ക് അത്രമാത്രം ഇളക്കം തട്ടിയോ, അതോ ഇതൊരു അസൽ വെറും തള്ളാണോ? പക്ഷെ ഇവിടെയാണ് കളി. പാർട്ടി വിട്ടുപോയവർ തിരികെ വരില്ലെന്ന് അഭിഷേകിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം വെറുതെ കളിക്കുന്ന ഒരു റിസ്ക് ഇല്ലാത്ത ഗെയിമാണിത്. ഇതിന്റെ പിന്നിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എത്രമാത്രം പുകയുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പഴമക്കാർ പറയുന്നത് എത്ര സത്യമാണെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ അഭിഷേക് നടത്തുന്ന ഈ നാടകങ്ങൾ കണ്ട് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. മമതയും മരുമകനും മാത്രം ബാക്കിയാകുന്ന ഒരു പാർട്ടിയിലേക്ക് ആര് തിരികെ വരാനാണ്? ഈ 1 മണിക്കൂർ വെല്ലുവിളിക്ക് പിന്നിലെ പൊള്ളുന്ന സത്യങ്ങളും അതിനുശേഷം ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. തൃണമൂൽ കോൺഗ്രസ് അകത്ത് നിന്ന് പുകയുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് നോക്കാം. അഭിഷേക് ബാനർജി പറഞ്ഞ ഈ രാജിവെക്കൽ ഓഫർ എത്ര വലിയ തന്ത്രമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ വിട്ട് ഒട്ടേറെ നേതാക്കൾ BJP-യിലേക്ക് കൂടുമാറി. പാർട്ടി ശരിക്കും ഒന്ന് ഉലഞ്ഞുപോയി. ഇപ്പോൾ അഭിഷേക് നന്നായി അറിയാം പോയവർ ആരും തിരികെ വരില്ല എന്ന്. പിന്നെ എന്തിനാണ് ഈ പ്രഖ്യാപനം? ഇത് വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണ്. താൻ പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണെന്ന് അണികളെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഡയലോഗ്. സത്യം പറഞ്ഞാൽ താൻ രാജിവെക്കുന്നു ഉറപ്പുള്ള കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഇത്ര വലിയ വെല്ലുവിളി? അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അഭിഷേക് പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, നേതാക്കൾ BJP-യിലേക്ക് പോയത് ED-യെയും CBI-യെയും പേടിച്ചിട്ട് ആണെന്നാണ്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. അഭിഷേക് ബാനർജിക്കെതിരെയും കേസുകളില്ലേ? അദ്ദേഹത്തിന് എന്തുകൊണ്ട് പേടിയില്ല? അദ്ദേഹം പറയുന്നത് ഞാൻ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്നാണ്. അത് നല്ല കാര്യം തന്നെ. പക്ഷെ പാർട്ടിയിലുള്ളവരും പോയവരും ഒരേപോലെ ഈ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടണമല്ലോ എന്നുള്ളതാണ് സത്യം. അതായത് ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നതിൽ വലിയൊരു കോമഡി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി നോക്കൂ, പുറത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാർട്ടിക്കുള്ളിലെ അവസ്ഥ എന്താണ്? മുതിർന്ന നേതാവ് കല്യാൺ ബാനർജി തന്നെ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നു. ആരെയും തിരികെ എടുക്കരുത് എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ അഭിഷേകിന്റെ നിലപാടിനെ തള്ളി പറയുമ്പോൾ പിന്നെ ഈ ഒരു പ്രഖ്യാപനത്തിന് എന്ത് വിലയാണുള്ളത്? BJP നേതാവ് സുഗാന്ത മംജുദാർ പരിഹസിച്ച് ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇനിയും തൃണമൂലിൽ മമതയും മരുമകനും മാത്രമേ കാണുമെന്ന്. പാർട്ടിയിലെ ഈ വിള്ളലുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. ഇപ്പോൾ അഭിഷേകിന്റെ അടുത്ത ലക്ഷ്യം ജൂലൈ 21 രക്തസാക്ഷി ദിന റാലിയാണ്. അതിനു മുൻപെങ്കിലും വിമതരെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ പിടി അഴയുമെന്ന് അദ്ദേഹത്തിന് പേടിയുണ്ട്. ഈ ഒരു പ്രഖ്യാപനം വഴി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർട്ടി പ്രവർത്തകരെ ഉഷാറാക്കുക എന്നതാണ്. പക്ഷേ അണികൾ ഈ നാടകം തിരിച്ചറിയുന്നുണ്ടോ? ബംഗാളിലെ ജനങ്ങൾ ഈ 1 മണിക്കൂർ വാഗ്ദാനത്തെ എങ്ങനെ കാണുന്നു എന്നതും പ്രസക്തമാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. വിമതർ BJP-യിലേക്ക് പോകുന്നത് കേന്ദ്ര ഏജൻസികളെ പേടിച്ചെന്നാണ് അഭിഷേക് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് BJP ഉയർത്തുന്ന മറുവാദം പ്രസക്തമാകുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ അഴിമതിയും കുടുംബവാഴ്ചയും കള്ളത്തരങ്ങളും കണ്ട് മടുത്തത് കൊണ്ടാണ് നേതാക്കൾ പാർട്ടി വിടുന്നത് എന്ന് അവർ പറയുന്നു. തൃണമൂലിന്റെ വികസന മുരടിപ്പും അഴിമതി കഥകളും കേട്ട് സാധാരണക്കാർ പോലും മടുത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ BJP ഉയർത്തി കാണിക്കുന്ന വികസന മാതൃക ആകർഷകമായി തോന്നുകയല്ലേ സ്വാഭാവികം? ഇവിടെയാണ് അഭിഷേക് ബാനർജി എന്താണ് ചെയ്യുന്നത്? സ്വന്തം പാർട്ടിയുടെ വീഴ്ചകൾ മറച്ചു പിടിക്കാൻ വേണ്ടി BJP ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു വിക്ടിം കാർഡ് ഇറക്കുകയാണ് അദ്ദേഹം. അതായത് പാർട്ടിക്കുള്ളിലെ കള്ളത്തരങ്ങൾ ചോദ്യം ചെയ്യുന്നവരെയും വികസനം ആഗ്രഹിക്കുന്നവരെയും ഒക്കെ പേടിച്ചോടിയവർ എന്ന് മുദ്രകുത്തി നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമം. സത്യത്തിൽ സ്വന്തം കപ്പലിൽ നിന്ന് ആളുകൾ ചാടിപ്പോകുന്നത് കണ്ട് അവർക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ടാണ് അവർ ചാടിയത് എന്ന്
കപ്പലിന്റെ ക്യാപ്റ്റൻ പറയുന്നത് പോലെയാണിത്. സത്യത്തിൽ അവർ ചാടിപ്പോകുന്നത് കപ്പൽ മുങ്ങുമെന്ന് അവർക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടല്ലേ. ഇനി മറ്റൊരു കാര്യം കൂടി, അഭിഷേക് ബാനർജിക്ക് രാജിവെക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഓരോ നാടകം കളിക്കുന്നത്? ആർക്കെങ്കിലും രാജിവെക്കണമെങ്കിൽ 1 മണിക്കൂർ വേണോ? വന്നിട്ട് ഇതാ എൻ്റെ രാജിക്കത്ത് എന്ന് പറഞ്ഞ് ഒപ്പിട്ടിറങ്ങിയാൽ പോരെ. അതിന് എന്തിനാണ് വിമതർ തിരിച്ചു വന്നാൽ മാത്രം ഞാൻ രാജിവെക്കുമെന്നൊക്കെ ഒരു കണ്ടീഷൻ വെക്കുന്നത്? ഇത് വെറും ഒരു ഷോ അല്ല, വെറും തള്ളല്ല. ആരും തിരികെ വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പറയുന്ന ഒരു സേഫ് ഗെയിമാണിത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് അറിഞ്ഞുകൊണ്ട് വീണ്ടും ആരെങ്കിലും തലവെച്ച് കൊടുക്കുമോ? തൃണമൂൽ കോൺഗ്രസ് എന്ന കപ്പൽ ഇപ്പോൾ മുങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. അഴിമതിയും ആരോപണങ്ങളും കള്ളത്തരങ്ങളും കൊണ്ട് ആ കപ്പലിന്റെ അടിഭാഗം ഒക്കെ പൊളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കുള്ളിലേക്ക് തിരിച്ചു വരാൻ മാത്രം വിഡ്ഢികളാണോ അവിടുത്തെ മുൻ നേതാക്കൾ? ഈ 1 മണിക്കൂർ പ്രഖ്യാപനം എന്നത് വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ്. താൻ പാർട്ടിക്ക് വേണ്ടി എല്ലാം ത്യാഗവും ത്യജിക്കാൻ തയ്യാറാണെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു മെഗാ സീരിയൽ ഡ്രാമ. സത്യം പറഞ്ഞാൽ ഈ രാജിക്കത്ത് കഥ ഒരു അടിപൊളി തമാശയാണ്. ആരും തിരികെ വരില്ല എന്ന് അഭിഷേകിന് അറിയാം. അതുകൊണ്ട് ധൈര്യമായി പറയുകയാണ്, ഞാൻ ഇറങ്ങിക്കോളാമെന്ന്. ഇതൊക്കെ കണ്ട് ബംഗാളിലെ ജനങ്ങൾ ചിരിക്കുകയായിരിക്കും. കാരണം അവർക്ക് അറിയാം ഈ പാർട്ടിയിലെ കള്ളക്കളികൾ. ഇനി നമ്മുടെ ദീദിയുടെ കാര്യമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു കാലത്ത് ബംഗാളിന്റെ തെരുവുകളിൽ ഇക്കുലാ വിളിച്ചു നടന്ന മമതയ്ക്ക് ഇന്ന് എന്ത് പറ്റി? സ്വന്തം പാർട്ടി ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ മരുമകൻ വന്ന് ഞാൻ രാജിവെക്കാമെന്ന് തമാശ പറയുകയാണ്. സാധാരണ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും റോഡിൽ ഇറങ്ങി സമരം ചെയ്യുന്ന ദീദി മരുമകന്റെ ഈ 1 മണിക്കൂർ ഷോ കണ്ടപ്പോൾ ഇവിടെ പോയി വിളിച്ചു. ചിലപ്പോൾ ദീദി ആലോചിക്കുന്നുണ്ടാകും, അവൻ രാജിവെച്ചാൽ പിന്നെ ആര് ഇവിടെ ഇരിക്കും? കാരണം തൃണമൂലിന്റെ റിമോട്ട് കൺട്രോൾ ഇപ്പോൾ മരുമകന്റെ കയ്യിലാണ്. ദീദിക്ക് ഇപ്പോൾ റിമോട്ട് പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മരുമകൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഒന്നും കാണാത്തതുപോലെ അഭിനയിക്കുകയാണ് ദീദി. ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരിക. ഒരു കാലത്ത് വലിയ വിപ്ലവകാരിയായിരുന്ന മമത ഇന്ന് സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ ഡ്രാമ കണ്ട് മൗനം പാലിക്കുന്നത് അവരുടെ കാലം കഴിഞ്ഞു എന്നതിന്റെ ലക്ഷണമാണ്. പാർട്ടിയിൽ ഇപ്പോൾ ദീദിയും മരുമകനും മാത്രം. ബാക്കിയുള്ളവർ ഒന്നില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ പോകാൻ റെഡിയായി നിൽക്കുന്നു. പിന്നെ വിമതരുടെ കാര്യം, തൃണമൂൽ വിട്ടവർ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കേന്ദ്ര ഏജൻസികളുടെ പേടിയുണ്ടോ ഇല്ലയോ എന്നതല്ല, അവർക്ക് സമാധാനമായി ജീവിക്കാനുള്ള ഒരു സ്ഥലം കിട്ടി. അങ്ങനെയുള്ളവർ തിരികെ വന്ന് വീണ്ടും പഴയ ടീച്ചറുടെ ശാസനയും അഭിഷേകിന്റെ കൺട്രോളിങ്ങും അനുഭവിച്ച് ജീവിക്കാൻ ആർക്കാ താല്പര്യം? ആരും തിരികെ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് അഭിഷേക് ഈ പ്രഖ്യാപനം നടത്തി സ്വന്തം മാനം കളയുന്നത്? ചിലപ്പോൾ ആളുകൾ തന്നെ മറന്നു പോകുന്നുണ്ടോ എന്ന് പേടിച്ചിട്ട് പേപ്പറിൽ ഒന്ന് വരാൻ വേണ്ടി നടത്തുന്ന ഓരോ സ്റ്റണ്ടായിരിക്കാം. അവസാനമായി ഒന്നുകൂടി പറയട്ടെ പ്രേക്ഷകരെ, പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ വെറും തുടക്കം മാത്രമാണ്. അഭിഷേക് ബാനർജി പറഞ്ഞ 1 മണിക്കൂർ രാജിക്കഥയുണ്ടല്ലോ, അതൊരു പ്രഖ്യാപനമായിരുന്നില്ല, അതൊരു ഭയത്തിന്റെ ശബ്ദമാണ്. തകർന്നു തുടങ്ങുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അലർച്ചയാണ് ആ വാക്കുകൾ. അപ്പോൾ ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.